ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവ ഗെയിമർ. അപ്പോൾ നമ്മൾ കളിക്കുന്നത് കെൽബ് വേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ പുതിയ പാർട്ട് 1 കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊത്തമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ രസമായില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബോസിനെ പിടിക്കാൻ വിചാരിച്ചു ഗൈസ്. 3 ലെവലുള്ള ബോസാണ്. കാർഡ് എറിഞ്ഞ് നോക്കാം ഗൈസ്. 11 കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇതിൽ ഒരുമിച്ച് നമുക്ക് 2 എണ്ണത്തിന് ഇറക്കാൻ പറ്റും ഗൈസ്. കിട്ടി. യാ ബ്രോ, കിട്ടി. നമ്മളിവനെ ലെവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കാക്കാം. അവനെങ്ങനെയാണ് അവ കയ്യിലെടുക്കുക? ടീം 2-ൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. സ്വിച്ച് കൊടുത്തേക്കാം. ഇവനെ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് നമ്മുടെ കയ്യിലെടുക്കാം. ആർക്ക് പകരം സ്വിച്ച് കൊടുക്കാം. സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇവനാണ് ഇപ്പോൾ നമ്മുടെ പവർഫുൾ ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ ഇവനെടുക്കാം. ഇവനെപ്പോൾ പിടിച്ചു ഗൈസ്. നമ്മൾ സെറ്റായി. നമ്മളൊരു ബോസിനെ പിടിച്ചിട്ടുണ്ട്. 9 യൂണീക്ക്. ഇനി 2 എണ്ണത്തിനും കൂടി യൂണീക്കായിട്ടുള്ളതിനെ കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് നോക്കാം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഗൈസ്. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ എന്തൊരു ഫ്രൂട്ട് കാണുന്നുണ്ട്. അത് മൂവിങ് സ്പീഡ് കൂട്ടിയതാണ് ഗൈസ്. ഇവനെ പിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം മറ്റേ വേറെ കാർഡ് വേണം ഗൈസ്. നമ്മുടെ ബേസിക് കാർഡാണ് ഇതുള്ളത്. ഇവരൊക്കെ നമ്മുടെ ഉള്ളത് വെറൈറ്റി ഓഫ് സാധനങ്ങളൊന്നും കാണുന്നില്ല. നോക്കിയോണ്ട് തപ്പിക്കൊണ്ടിരിക്കാം ഗൈസ്. കിട്ടാണ്ട് ഒരിക്കല വെറൈറ്റീനെ. ഇതിനല്ല അപ്പം നമ്മളിപ്പോൾ പിടിച്ചത്. അദ്ദേഹം തോന്നുന്നു ബ്രെയിനിനെ പിടിച്ചിട്ടില്ലേ? ഒരു ഡൗട്ട് ഗൈസ്. അതുകൊണ്ട് അത്രയ്ക്ക് അധികം കൊണ്ട് കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ ചെറുക്കനെ കണ്ട് ആർക്കെടുക്കാം. കാടറിഞ്ഞ എൻ്റെ മേത്തേക്ക് എന്താ പറഞ്ഞാൽ കാടറിഞ്ഞ കാരണം അടിക്കുക. അത്രേ ഉള്ളൂ. ഈ സാധനം നമ്മളെ പിടിച്ചിട്ടുണ്ട്. സെറ്റ്. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഗൈസ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഷീൽഡാണല്ലോ കഴിഞ്ഞ് ഗൈസ്. ഇനിയിപ്പോൾ നോക്കട്ടെ ഗൈസ്. പുതിയ ആളെ കിട്ടി ഗൈസ്. പുതിയ ആളെ കിട്ടി. ഓക്കെ, ബാ.
ഗൈസ് ഇനി നമുക്ക് നേരെ പുതിയതിനൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു ഫാസ്റ്റ് ട്രാവൽ ഉണ്ട്. ഇതാണല്ലോ സ്ട്രേഞ്ച് പോർട്ടൽ. അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് അവിടുത്തെ പോർട്ടൽ. ഇനി ഡോഗ്സ്വർത്തിൻ്റെ ബോസിനെ കിട്ടിയിട്ടുണ്ട്. അവനെ പിടിക്കാം ഗൈസ്. ഡോഗ്സ്വർത്തിൻ്റെ ബോസ് ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ അവനായിട്ട് ബാറ്റിലാണ് ഗൈസ് നമ്മളിനി നടത്താൻ പോകുന്നത്. അയ്യോ ഗൈസ്, ഞാനവിടെ ഡോഗ്സ്വർത്തിൻ്റെ ബോസിനെ കണ്ടുവച്ചതാണ്. അപ്പം നമുക്ക് അവനും കൂടി ഇന്ന് തട്ടാം. ഇവിടെ ബോസുകൾ ഇഷ്ടംപോലെ ഗൈസ്. യൂണീക്കായിട്ടുള്ളവരെ പിടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോൾ യൂണീക്ക് അതൊന്നുമില്ല. നമുക്ക് ബോസുകളെ പിടിക്കുക, കയ്യിലേക്ക് ലെവലപ്പാവുക. ഇറങ്ങിക്കോ. രണ്ടാളറക്കില്ല, അടിച്ചാൽ ഉറക്കുക. അവനെ കാടറിഞ്ഞവനെ പക്ഷെ അവനൊന്ന് കയറാൻ പറ്റുന്നില്ല. എന്താ നമ്മളിവനെ പിടിക്കട്ടെ. ഡാ നിക്കറവിടെ കള്ള ബോസേ. അറ്റാക്ക്. കിട്ടി ഗൈസ്. അപ്പോൾ ആ ബോസിനെ നമ്മളങ്ങ് പിടിച്ചിട്ടുണ്ട്. ബോസുകളെ നമ്മൾ പിടിക്കലാണ് ഗൈസ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മളവനെ പിടിച്ചു. അവനായിട്ടുള്ള ചലഞ്ച് തീർന്നു. ഇനി നമുക്ക് അടുത്ത ആളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നോക്കട്ടെ ഇവിടെ എവിടെയെല്ലാം കണ്ടത്. വന്ന വഴി വിട്ടോ മക്കളെ. എല്ലാവരും തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളങ്ങോട്ട് സെർച്ച് ചെയ്യാം. പുതിയ പാൽസിനൊക്കെ പിടിക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ 2 ബോസിനെ പിടിച്ചിട്ടുണ്ട്. ഗൈസ് പുതിയതിനെ കിട്ടി ഗൈസ്, പുതിയതിനെ കിട്ടി. പുതിയ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബോൾ അറിയാം. കുട്ടിയാണ് കയറുന്നു. ഒറ്റ കാർഡിൽ ലാഭായി. കിട്ടിയില്ലേ? ഒറ്റ കാർഡിൽ കയറാൻ വയ്യ. അവനെ പിടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത ആളെ പിടിക്കാൻ. ഇത് ബോസാണോ? അല്ല, ഷൈനി ഗൈസ്. നമ്മുടെ പാലുകളുള്ള ഷൈനി പോലത്തെ ഷൈനിയാണ് ഗൈസ്.
ഇവനെ തട്ടാൻ പോവാണ്. ഞാൻ ചാവില്ലേ? ഞാൻ ചോറുന്നില്ല. അതെ ഗൈസ്, നമ്മളെന്തായാലും അവനെ പിടിച്ചാണ്. ചത്തി അവ ചാടറിയ കിട്ടി. ഏയ് ഡാം, ഈ മര്യാദക്ക് കയറിക്കോ, അതാ നിനക്ക് നല്ലത്. പുതിയ ഒരുത്തനെ കൂടി കണ്ടുപിടിക്കട്ടെ. ഇത് രണ്ടെണ്ണത്തിനെ കൂടി, ഒരെണ്ണം കൂടി മതി. എത്ര നടന്നിട്ട് ഒരുത്തനെ കണ്ടേ? ഇനി എത്ര നടക്കേണ്ടി വരും അടുത്ത ആളെ കാണണമെങ്കിൽ? അമ്മച്ചി കിട്ടി, പുതിയതിനെ കിട്ടിയില്ല ഗൈസ്. ഇതിനെ പേര് നോക്കട്ടെ. അല്ല, പുതിയതിനെ കിട്ടി ഗൈസ്, കിട്ടി. ഇതൊരു ആനിമലാണെങ്കിൽ കിട്ടി. കിട്ടി ഗൈസ്. അയ്യോ, ക്രാബ്. ലവനത്തൊക്കെ നമ്മള് കംപ്ലീറ്റഡ്. നമുക്കപ്പോൾ അത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നേരെ 600 ഇവർ അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നാണ്. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ബേസിലേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബേസിലോട്ട് പോവാം. ബേസിലെത്തട്ടെ ഗൈസ്. നമ്മൾ ബേസിലെത്തി ഗൈസ്. ഇനി എന്ത് ചെയ്യണം? ഏഡ് കൊടുക്കുക, ഇൻവൈറ്റ്, അത്രേ ഉള്ളൂ. ക്രാഫ്റ്റിങ്ങിൽ ഫിഷിംഗ് ഗ്രൗണ്ട് അടുത്തേക്കാണല്ലോ ആയിക്കോളും ഗൈസ്. ജാക്കറ്റ് ഉണ്ടാക്കാനിട്ടെ, ഷീൽഡ് ഉണ്ടാക്കാനിട്ടെ. വർക്ക് ചെയ്യാം ഗൈസ്, നമുക്കും വർക്ക് ചെയ്യാം. ഒരു മിനിറ്റ് കൊണ്ട് ജാക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഇറക്കിയിട്ടൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലോ. ഗായ്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുന്ന കാര്യം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ്, എന്താണ് വർക്ക് ചെയ്യാണ്ട് നേരാവാത്തത്? 16 സെക്കൻഡ് കൂടി ഉണ്ട് ഗൈസ് ആവണമെങ്കിൽ. ഇപ്പം 21 ആയില്ലോ. 20, 19 സെക്കൻഡ്. അമ്മേ ഗൈസ്, എന്താ ആവാത്തേ? ഗൈസ് 2 മിനിറ്റ് പിടിക്കും. അപ്പോൾ 2 മിനിറ്റ് ഇടണം.
ഗൈസ് അങ്ങനെ ഷീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് കളക്ട് കൊടുത്തിട്ട് ബൈ ഐറ്റംസിൽ പോയിട്ട് ഇത് 10 കൂടി ഇത് വാങ്ങിക്കുന്നുണ്ട് ഗൈസ്. ആവശ്യമുണ്ടാവും നമുക്ക്. പ്ലെയർ ലെവൽ 13 ആവണം. നമ്മളിപ്പോൾ വെറും പാവപ്പെട്ടാണ് ഗൈസ്. ബിൽഡ് ഹോട്ട് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് സ്പ്രിങ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് സ്പ്രിങ് ഓക്കെ ഗായ്സ്. ഹോട്ട് സ്പ്രിങ് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒക്കെ ബിൽഡ് ചെയ്യാം. ബിൽഡിങ് ഗൈസ്. സീൻ ഗെയിമാണ് ഗൈസ്. അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. നമുക്കും ഇരിക്കാൻ പറ്റും. ഹായ് ഇൻവൈറ്റ് ഫെബി. ഇൻവൈറ്റ് ചെയ്ത് നോക്കാം നമുക്ക് അവരെ. വാവ് എന്തൊരു സുഖം. എന്താ സുഖം. ഫിബി നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഗെറ്റ് ഔട്ട് കൊടുക്കാം. ബേസ് ലെവൽ 4 ആക്കാം. ബേസ് ലെവൽ 4 ആക്കണമെങ്കിൽ നമ്മൾ കുറേ പരിപാടികൾ ചെയ്യണം. അത് എന്തൊരു പരിപാടി? ഇത് മൊത്തം പറക്ക എന്നിട്ട് വിൽക്ക. പറക്ക തൂക്ക വിൽക്കുക. പറക്ക തൂക്ക വിൽക്കുക. എന്ന പരിപാടി ഗൈസ്. നമ്മൾ ഇത് സെല് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത കാണാം ഗൈസ്. ബെറീസ് കയ്യിൽ ചെയ്യുന്നോട്ടെ ഗൈസ്. അത് 55 സെല് ചെയ്താൽ നമുക്ക്. അപ്പോൾ വീണ്ടും 12 സെല് ചെയ്യാം. ഇത് മൊത്തം വിൽക്കാം. $455 എന്നാലും. അപ്പോൾ ഞാൻ ഇത് കോയിൻസൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ബേസ് ലെവൽ 4 ആക്കിയിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്.